ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് വന്ന് ഞാൻ മഴയത്ത് നിൽക്കേണ്ട അവസ്ഥയായി. സോ വെൽക്കം ബാക്ക് ടു ഭരതം. എപ്പിസോഡ് 7 ആണോ 8 ആണോ? 8 ആണെന്ന് തോന്നുന്നു. എപ്പിസോഡ് 8 അങ്ങനെ നമ്മൾ പറഞ്ഞ ആ സാധനം ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇതേ നിൽക്കുന്നു ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്യു. ഇത് കംപ്ലീറ്റ് ആയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ക്രൗണ് കുറച്ചും കൂടി ഉണ്ട്, കുറേ ഗോൾഡ് വേണം ആ ചുറ്റും ഉണ്ടാക്കി വെക്കാനായിട്ട്. അല്ലാതെ നോക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി എന്നല്ല, കുറേ ഗോൾഡും കൂടി കിട്ടിയാലാണ് ഈ ഒരു ക്രൗണും കൂടി ഇതാക്കിയിട്ട് ഈ ബിൽഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് കംപ്ലീറ്റ്. അപ്പോൾ ഈ ബിൽഡും ആ ബിൽഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിൽഡിന് സിംഗിൾ ബ്ലോക്കാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ സുധേണ്ണൻ്റെ കണ്ണ് ഒറ്റ ബ്ലോക്കാണ്, 2 ബ്ലോക്കാണ് കണ്ണായിട്ട് വരുന്നത്. അതായത് ഒറ്റ ബ്ലോക്കിലാണ് കൃഷ്ണമണി നിൽക്കുന്നത്. പക്ഷെ ആ ബിൽഡിനകത്ത് 4 ബ്ലോക്കാണ്. ഇവിടുത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോൾ 4 ബ്ലോക്കായി. മനസ്സിലായി? അത് എടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതുണ്ടെന്നുള്ളത്. ഞാൻ ഷോൾഡറിലോട്ട് വന്നിരിക്കുക കേട്ടാ. ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഫ്രീ ക്യാം ഇട്ട് നോക്കുമ്പോൾ കണ്ട ഡിഫറൻസ് കണ്ട. ഞാനാണാ നിൽക്കുന്നത്. ഞാൻ ടെക്നോബ്ലേഡിൻ്റെ ഷോൾഡറിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത്ര ഹൈറ്റും ഉണ്ട്, അത്രയും ഇതുണ്ട്, വലുപ്പമുണ്ട് ഇതിന്. സോ ആദ്യം ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ കുറച്ച് താന്നിട്ടായിരുന്നു. അതായത് ഫൂട്ട് വെള്ളത്തിലോട്ട് കുറച്ച് താന്നിട്ടായിരുന്നു. അപ്പോൾ ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റാച്ചു എന്താ പറയുക, അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റാച്ചു കംപ്ലീറ്റ്ലി പൊട്ടിച്ചിട്ട് തൊട്ട് ബാക്കിക്ക് ഹൈറ്റിലായിട്ട് റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ മാത്രമല്ല, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയത് കൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള റീപ്ലേ മോഡ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല, KCBയുടെ സമ്മാനങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുക, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതാണ് ഉണ്ടായത്. നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇത് ചുമ്മാ ഫ്രെയിം മാത്രമല്ല, അതായത് ഫുള്ള് ബോക്സ് ആയിട്ട് അതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ഏരിയ ഒന്നൊരു നിലം പോലെ ആക്കണം. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ആ ഒരു ടെറാഫോമിങ് ചെയ്തിട്ട് ആ രീതിയിലോട്ട് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറക്കാൻ ഇപ്പം എന്ത് ചെയ്യും, കുടുങ്ങിയല്ലോ. കുഴപ്പമില്ല, ഞാൻ നീന്തി പോവാം. എല്ലാം എന്തിനു ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു റിസ്ക് ഉള്ളൊരു ജോബ് എന്ന് പറഞ്ഞാൽ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്ചു വന്നു. അത് ഡബിൾ സൈസ് ഉള്ളത്. അത് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഗോൾഡ് മതി. അത് ഞാൻ ഓരോ ദിവസവും പതുക്കെ എന്ത് ചെയ്തോളാം, കംപ്ലീറ്റ് ആയിക്കോളാം. ഈ ഇരിക്കുന്ന ഗോൾഡ് ഇല്ല, ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്കിന് മുകളിലുണ്ട്. ഗോൾഡ് ബ്ലോക്കാണ് വേണ്ടത്. ചുമ്മാ ഗോൾഡ് ഇങ്കട്ട് കിട്ടിയിട്ട് കാര്യമില്ല, ഗോൾഡ് ബ്ലോക്ക് വേണം. ഒരു സ്റ്റാക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഒന്നര സ്റ്റാക്ക് വേണ്ടി വരും, ഒരു സൈഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 1.5, 2, 3, 6 സ്റ്റാക്ക് ഗോൾഡ് ബ്ലോക്ക് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചോളാം. കേവിനകത്ത് പോയിട്ട് കുറേ വട്ടം ചത്തു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 1-2 വട്ടമൊന്നുമില്ല, ഒരുപാട് വട്ടം ചത്തിട്ടാണ് ഈ ഗോൾഡ് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്. ഇത് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ഒരു ഏരിയയിൽ ഇവിടെ ലൈറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റും കൂടി വരുമ്പോൾ സെറ്റ് പൊളി നോക്ക്, അടിപൊളി ഇല്ലേ? റെയിൻബോ എഫക്റ്റും ഒക്കെ അടിപൊളി, കൊള്ളാം, നൈസ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ലൈറ്റിൻ്റെ എന്തെങ്കിലും സംഭവം കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും അത് കാണാനായിട്ട്. എൻ്റെ ഇവിടെ തൂക്കിയ പോലെ നമുക്ക് ഗ്ലോബറീസ് കൊണ്ട് തൂക്കാൻ പറ്റില്ല, അതൊരു വിയേർഡായിട്ട് ഫീൽ ചെയ്യും. അത് വേണ്ട. കണ്ണ് ഗ്ലോ ചെയ്യുന്ന പോലെ വെച്ചാലും എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതും അത്ര ഇതാവില്ല. നമുക്ക് ഈ വൈറ്റ് മാറ്റിയിട്ട് 4 സീ ലാൻഡേൺ കൊണ്ട് വെച്ച് നോക്കാം. അത് വൈറ്റ് ആണല്ലോ, അപ്പം അതിൽ റെഡി ആവുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് നോക്കാം. പിന്നെ അവിടെ എന്തൊരു ബോട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് അത് ബോട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ബോട്ടല്ലേ? അതെ, ഒരു വലിയൊരു കപ്പൽ എന്തോ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്നലെ മിഞ്ഞാന്നങ്ങോട്ട് കണ്ടതാ. കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു അടിപൊളി കപ്പലും അവിടെ ഉണ്ടാവും. ഗസ് അത് ആരാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ആൻഡ് ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. ഇത് കൂടെ ഞാൻ നടന്നു വരുന്നു. ആൻഡ് ഇവിടെ ഒരു സ്റ്റാച്ചും കൂടി വരും. ഇവിടെ മിക്ക പറഞ്ഞ കിഫിയുടെ സ്റ്റാച്ചു ഉണ്ടാക്കാനാണ് സാധ്യത. കിഫിയുടെ സ്റ്റാച്ചു ഉണ്ടാക്കാൻ നോക്കാം. അവിടെ കിഫിയുടെ സ്റ്റാച്ചു
പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ്ട് അവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ പ്ലേസിൻ്റെ ഹെഡ് ഉണ്ടാക്കണം. അത് നമുക്ക് പതുക്കെ ചെയ്യാം. ഇനി എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു സൈഡ്, അതായത് ഇവിടെ ആയാലും എന്താ ബ്രോ ഇന്നാ കുടിച്ചോ ഈ ഒരു ഏരിയയിലാണെങ്കിലും ആ ഒരു ഭാഗത്താണെങ്കിലും ഒക്കെ ഒരു എം ടി ഫീൽ ഉണ്ട്. ആൻഡ് ഇവിടെ ഒക്കെ ഞാൻ ഒരു ചെറിയ ചെറിയ വീട് വെച്ചിട്ട് ഒരു വില്ലേജ് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് വില്ലേജ്, അതൊരു രസമായിരിക്കും അല്ലേ? അതിവിടെ വരുമ്പോൾ കാണാനായിട്ട് ഈ ഏരിയക്ക് ഒന്ന് ടെറഫോം ചെയ്തിട്ട് ഇതേപോലൊരു അത് പറഞ്ഞപ്പോഴേ ഇവിടെ ഒരു ഫാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതണ്ട, ഇവിടെ ഒരു വലിയ ഫാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫാം അടിപൊളിയല്ലേ? ഇങ്ങനെ വരുമ്പോൾ ഓരോ ഫാമും ചെറിയ ചെറിയ വീടൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. അതായത് ഈ സ്റ്റാച്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകില്ല, അവിടെ വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. ആൻഡ് ഈ സൈഡിൽ സനിൽജിത്ത് ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ബ്രോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്ക്, ഇല്ലെങ്കിൽ നമുക്കൊരു വിൻമില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ സെറ്റാക്കാം. ഈ വിൻമില്ല് അങ്ങോട്ടൊക്കെ ആയിട്ട് സെറ്റാക്കാം. സോ എന്തായാലും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ഒരു ക്യൂട്ട് വില്ലേജ്. ആ ക്യൂട്ട് വില്ലേജ് നമ്മളിവിടെ ഉണ്ടാക്കി വയ്ക്കും. ആ വില്ലേജും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഒരു എം ടി ഫീൽ ഉണ്ടാവില്ല, എല്ലാം ഭയങ്കര അടിപൊളിയായിരിക്കും കാണാനൊക്കെ ആയിട്ട്. ആൻഡ് ഇതിനെ വിസിബിലിറ്റിക്ക് ബാധിക്കില്ല കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും. ഈ ഭാഗത്തേക്കായിട്ടൊന്നും ബിൽഡ് വരില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റണം ഈ സ്റ്റാച്യു. ഇവിടെ നിന്ന് നോക്കിയാലാണ് ഈ സ്റ്റാച്യു ഫുള്ളായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് വീടുണ്ടാവും. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ സോൾവ് ചെയ്യണം. സോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്ത് ആ ബിൽഡിനെ ഒന്നും ബാധിക്കരുത്. നമുക്ക് ചുമ്മാ മറ്റേ ബ്രോയുടെ അടുത്തുനിന്ന് പോയി വന്നാലേ. ഇവിടെ ഇപ്പം ഞാനും എച്ച് സി ബ്രോയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരെന്താണെന്ന് പോയി ചോദിച്ചു നോക്കാം. ഈ എച്ച് സി എന്ന് വിളിക്കുമ്പോൾ ഒരിത് കിട്ടുന്നില്ല. അതിൻ്റെ അവൻ പുള്ളി എന്തൊക്കെയോ വലിയ വലിയ സാധനമാട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ നല്ലതായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വേറെ രീതിയിലായിരുന്നു. ഇവിടെ ഇത്രയൊന്നും പില്ലേഴ്സ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതുപോലെ ഒരു പില്ലർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വലിയ വലിയ റെഡ് സ്റ്റോൺ സംഭവം. ഇത് അയൺ ഫാം ഇല്ല, ഇതെന്തോ ഫാമാണ്. അയൺ ഫാം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ട്രീ ഫാം. ഇന്നലെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. ഹലോ 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 ബ്രോയുടെ പേരെന്താ? ഈ എച്ച് സി എന്ന് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ ഞാൻ റെക്കോർഡിങ്ങിലായിരുന്നു. അപ്പൊ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വന്ന ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ റെക്കോർഡിങ്ങില്? ഓക്കെ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തോ. ഓക്കെ, ഞാൻ എച്ചിയോവൻ. അപ്പോ ഇതാണ് ആദ്യത്തെ ഫാം, ഡാർക്ക് ഓക്ക് ക്രീക്ക്. ഡാർക്ക് ഒരു കൊണയില്ലാത്ത ഫാമാ. അടുത്ത സ്പ്രൂസ് ഓക്ക് ബെർച്ച്. ഇത് ഇന്നലെ വർക്ക് ആയിരുന്നു. ഇന്നലെ വന്നപ്പോ അത് പൊട്ടുന്നുണ്ട്, പക്ഷെ ഐറ്റംസ് ഒന്നും വീഴുന്നത് ഞാൻ കണ്ടില്ല. അത് വർക്കാവുന്നുണ്ട്. ഓക്കെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് മാംഗ്രോവ്. മാംഗ്രോവ്. ഇത് മഡ് ഫാം. മഡ്. വീറ്റ് ഫാം. പിന്നെ ഇത് സ്മെൽറ്റർ. സൂപ്പർ സ്മെൽറ്റർ. നൈസ്. ഇത് ബേസ് ആണോ ഇത് ഉണ്ടാക്കുന്നത്? ബേസ് അല്ല, ഒരു ബിൽഡാ. ഇന്നലെ വന്നപ്പോ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അതേ വലിയ വലിയ ബിൽഡുകളൊക്കെ ഇവിടെ പൊങ്ങി വരുന്നുണ്ട്. കേസ് അതുണ്ടാക്കാനാ ഈ ഫാം ഒക്കെ ഉണ്ടാക്കിയത്. ഇതൊന്നും സംഭവം സ്റ്റോൺ എടുത്താണോ അത്? അത് സ്റ്റോൺ എടുത്താ. ഫൗണ്ടേഷൻ ഇല്ലേ, ഒരു മിനി കോറ് തന്നെ ആക്കിയല്ലേ. അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ട് അതും കൊണ്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്യാ. അപ്പൊ എന്നാ നടക്കട്ടെ. ഓക്കെ. ഇതൊന്നും അതിസാഹസികമായി പോന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇതും ഇവർ തന്നെ ബിൽഡാണ് കേട്ടോ. ഇതും ഇവരുടെ ബിൽഡിൻ്റെ എന്തോ ഭാഗമാണ്. ആൻഡ് ഇതിനകത്ത് ആർഎസ് കയറിയിട്ടുണ്ട്. ആർഎസ് എവിടെ ആർഎസ് കുറെ ദൂരെ എങ്ങാനും ആണോ ആർഎസ് നമ്മളോട് മറ്റേ എൻ്റെ പോർട്ടലിൻ്റെ കോർഡിനേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ പോർട്ടലിൻ്റെ കോർഡിനേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വർക്കിലോട്ട് പോകാം. ആൻഡ് ഇവിടെ ഒരു അയൺ ഫാം ഉണ്ട്. ബട്ട് ഈ ഒരു അയൺ ഫാം അത്ര ഇതായില്ല, എന്തോ പറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. 3 വില്ലേജസ് ഉള്ള ഒരു ഫാമാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് സോംബി വേണം. 5 വില്ലേജസ് ആണെങ്കിൽ നമുക്ക് സോംബി വേണ്ട. അപ്പോൾ ഈ ഒരു ഫാം വർക്കാവാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോംബി ഇല്ലാത്തതാണ്. നമുക്കിപ്പോൾ എന്തായാലും അതിൽ സോംബിനെ കൊണ്ടുവന്നിട്ടാൽ നടക്കില്ല. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവും. അത് വേണ്ട. നമുക്ക് ഇവിടെ ചെയ്താലോ?
ഇവിടെ എന്തായാലും ഓരോ ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ ബിൽഡിനകത്ത് ഒരു ഫാം പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. നമുക്ക് ഒരു സംഭവം ചെയ്യാം. പിന്നെ ഇവിടെ ഒരു വലിയ ബിൽഡ് വരുന്നുണ്ട്. ഇത് സെബ്ലാസ്കിയുടെ ബിൽഡാണ്. ഇത് കണ്ട, സെറ്റ് സെറ്റ് സെറ്റ്. എൻ്റെ തലയിൽ കയറി നിൽക്കാൻ പറ്റും, ഒന്ന് അടിപൊളിയായിരിക്കും. തലേന്ന് കയറി നിൽക്കാൻ പറ്റിയ കാണാൻ പോലും ഇല്ലടാ, മേഘത്തിലെത്തി നമ്മള്. എത്ര ദൂരം പോണം ഞാൻ അതിന്റെ മുകളിൽ നിൽക്കുന്നത്. ഇടിലം ബിൽഡൊന്നും പറയില്ല. മാൻ, വലിയ വലിയ ബിൽഡാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, സെറ്റ്. ഞാനിത് അതിന്റെ മുകളിൽ നിൽക്കുന്നു, കണ്ട, ഞാൻ അതിന്റെ മുകളിൽ നിൽക്കുന്നു. എൻ്റെ ഇവിടെ അവർ തന്നെ അടുത്ത ബിൽഡ് വരുന്നുണ്ട്. ഇതെന്താണ് ബിൽഡ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഇതാക്കുന്നില്ല. ക്യാരറ്റൊക്കെ ഇരിക്കുന്നല്ലോ, അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഗ്രീഫിങ് പാടില്ല, നോ ഗ്രീഫിങ്. പാറ്റ എൻ്റെ ഇവിടെ അതാണ് അവിടെ നിൽക്കുമ്പോഴുള്ള കുഴപ്പം. ക്രീപ്പറും തുടങ്ങിയ എല്ലാ സാധനങ്ങളും വരും. അപ്പോൾ നമ്മൾ നേരെ അൾട്രോണിൻ്റെ തലേ വേണ്ട, നമുക്ക് നിലത്തുനിന്നിട്ട് തന്നെ ഔട്ടർ കൊടുക്കാം. ഓക്കെ, ഭാരതത്തിലുള്ള ഏതെങ്കിലും പ്ലെയർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഐറ്റം നിങ്ങളെടുത്തോ. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അവർ ഫുൾ ഡയമണ്ട് ആർമർ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ചുമ്മാ അത് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ എടുത്ത് യൂസ് ആവുകയും ചെയ്ത അവരെടുത്തോട്ടെ. ഫുൾ അയൺ ആർമറും പിന്നെ ഇത് ഷാർപ്നെസ് 4-ന്റെ ഒരു സോളും ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഭരതം പ്ലെയർ ഇത് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. ഇത് അതിന് എടുക്കാൻ വേണ്ടി വെച്ചതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തോട്ടെ, ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ. ആർക്കും ആവശ്യം വരില്ല, കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഇതിൽ അപ്ഗ്രേഡ് ആയി. ഈ സെർവറിനകത്തുള്ള എല്ലാവരും ഫുൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. മാത്രമാണ് ഇപ്പോൾ അതായത് ലോക്കൽ ഐറ്റംസ് ആയിട്ട് ഇറക്കുന്നത്. ഞാൻ മെയിൻ ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ ആർമർ ഉണ്ടാക്കാനോ നെതറേറ്റ് കണ്ടുപിടിക്കാനോ ഒന്നും പോയിട്ടില്ല. അതതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ ഒക്കെ പേരിലേക്ക് ഞാൻ പറന്ന് ചാവുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉള്ളത് എനിക്കല്ല, അതായത് ഇരിക്കും. എൻ്റെ ഡെത്ത് എന്ന് പറയുമ്പോൾ 76 ഡെത്തേ ആയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആർക്കാ? എൻ്റെത് 76. ബ്ലാക്ക് ഗെയിമർ 178 ഡെത്തോ. അവൻ എന്തായിരുന്നു ഇതിനകത്ത് ചെയ്ത? അടിപൊളി, ഞാനൊന്നല്ല കേട്ടാ. അപ്പൊ ബ്ലാക്ക് ഗെയിമറാണ് ഏറ്റവും കൂടുതൽ. അതിന്റെ താഴെ മലയാളി ദേവ്. അപ്പൊ ഞാനൊന്നല്ല. ചിലപ്പോ ഇവരെന്തെങ്കിലും ഫാമിൽ 302 ഡെത്തോ. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തടാ അത്? അവരെന്താ ഈ സെർവർ കാണിച്ചിട്ട് ഈ ഡാക്കൂൺ എന്നാണ് കേസ്. അപ്പൊ കേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഇതൊരു ചെറുത് അല്ലെങ്കിൽ അധികം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാത്തതോ അധികം ബിൽഡിനെ കുറിച്ച് ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡാണ്. സോ ടെക്നോബ്ലേഡിൻ്റെ സ്റ്റാച്ചു എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ താഴെ റൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കും. കുറച്ചുകൂടി ഗോൾഡിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ഗോൾഡ് ഫാമെങ്കിൽ ഗോൾഡ് ഫാം, മൈൻ ചെയ്തിട്ടാണെങ്കിൽ മൈൻ ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും കുറേ ഗോൾഡ് നമ്മൾ കൈ നിറയെ ഗോൾഡുമായി നിന്നിട്ട് നമ്മൾ ഈ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കിടിലം വീഡിയോ ആയിരിക്കും. എൻ്റെ അടുത്ത എപ്പിസോഡ് മിക്കവാറും എൻ്റെ ബേസിൻ്റെ ആയിരിക്കും. കാര്യം ഹോപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണം, ബേസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത്. ശരിയാണ്, ഞാൻ നോക്കിയപ്പോൾ അതാണ്, ബേസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഫ്രെയിം അടിച്ചിട്ടിട്ട് കുറേ ആയി, അതിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം. ഹോപ്പി ആണെങ്കിൽ കട്ട വെയിറ്റിംഗ് നിൽക്കുകയാണ് നമ്മളെ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബേസിൻ്റെ കാര്യം സെറ്റാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വീടില്ലാത്തവന്മാരായി മാറും കേസ്. നമ്മൾ ഒരു കൊട്ടാരം തന്നെയാണ് ഹോപ്പി അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കിടിലൻ ബേസ് നമുക്ക് അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്ന ചിന്ന വീടുകൾ ഇവിടെ ഇതാക്കും. അത് നമ്മൾ ചെറിയ വീടായിട്ട് കണക്കാക്കണമെങ്കിൽ കണക്കാക്കാം, വലിയൊരു വില്ലേജ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ അങ്ങനെയും കണക്കാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. എന്തായാലും എൻ്റെ ഞങ്ങളുടെ ബേസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു വില്ലേജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും നമ്മൾ എന്താ പറയുക ടെക്നോളജിയുടെ സ്റ്റാച്യൂയും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. ടാറ്റ, ബൈ ബൈ.